നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ പ്ലസ് ചിറ്റ് ചാറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ച് സംസാരിക്കാം. ഞാൻ ജിമ്മിന് പോകാനായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും കൂടി ചെയ്തിട്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പോകാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു സെയിലിൻ്റെ അപ്ഡേറ്റ് ഉണ്ട്. ആമസോണിലെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവല് സെപ്റ്റംബർ 23 മുതൽ ലൈവായിട്ട് പോകും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ വലിയൊരു സെയിലാണ്. ആ സമയത്തേക്ക് മേടിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറ്റി വെക്കുക. അപ്പം ഒരു 50 to 80% വരെ ഭയങ്കര ഗംഭീര ഓഫർ ഉണ്ട്. അതുപോലെ തന്നെ 1 ലക്ഷത്തിൽ കൂടുതൽ പരം സ്റ്റൈൽസും ഡീൽസും ഒക്കെ അവൈലബിൾ ആണ്. പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏർലി ആക്സസും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് പോവാം. എൻ്റെ ലൈഫിൽ ഞാൻ കുറേ ചേഞ്ചസ് വരുത്താനുള്ള ഭാഗത്തിൻ്റെ ശ്രമമായിട്ട് പുതിയൊരു കാര്യം കൂടി ചെയ്തു കേട്ടോ. നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം പെട്ടെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് എനിക്ക് വണ്ണം കൂടിയിട്ടുണ്ടെന്ന്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഒരു 68 എത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം ഒരു മാസം മുന്നേ എൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത് 79 കിലോ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ കാര്യമായിട്ട് ഇനി പിടിച്ചാൽ കിട്ടില്ല, അപ്പോൾ നമുക്ക് ഒന്ന് വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കണം, കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിൽ തോന്നി കേട്ടോ. പലരും പറയും സമാധാനം കൊണ്ടാണ് വണ്ണം കൂടിയത്, സന്തോഷം കൊണ്ടാണ് വണ്ണം കൂടിയത്. പക്ഷെ അങ്ങനെയൊന്നല്ല. നമ്മൾ നല്ലൊരു ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകാതിരുന്നാലും നമ്മുടെ വണ്ണൊക്കെ കൂടും. പ്രത്യേകിച്ച് ഉറക്കം ഭയങ്കര മെയിൻ പ്രശ്നമാണ്. രാത്രി ഉറക്കം കുറവും, ഞാൻ പകലൊക്കെ കിടന്ന് ഉറങ്ങുകയും ചെയ്തിരുന്നു. അതൊക്കെ വണ്ണം കൂടിയിട്ടുണ്ടാവും. ശരിയല്ലാത്ത ഭക്ഷണക്രമം, കൃത്യനേരത്തെ ഫുഡ് കഴിക്കില്ല, ചിലപ്പോൾ കുറേ അധികം കഴിക്കും, ചിലപ്പോൾ ഒന്നും കഴിക്കില്ല. അങ്ങനെ മൊത്തം എൻ്റെ ഒരു സിസ്റ്റം ശരിയല്ലാതെ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഭാഗമായിട്ട് തന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞിരുന്ന കാര്യമാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ശ്വാസമുട്ടൊന്നും തീരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അടുത്ത്, അതായത് ഒരു 4-5 മാസത്തിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചധികം പ്രാവശ്യം എനിക്ക് ശ്വാസമുട്ടലൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ ആവേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് അങ്ങനെ കൈവിട്ടാൽ ശരിയാവില്ല, കുറച്ച് മാറ്റങ്ങൾ അത്യാവശ്യമാണെന്ന്. അങ്ങനെയാണ് ജിമ്മിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചേട്ടോ. പോയിട്ട് ഇപ്പം ഏകദേശം 1.5-2 ആഴ്ചയായിട്ടുള്ളൂ. ജിമ്മിൽ പോയോണ്ടാണോ ഞാൻ ഫുഡ് ശ്രദ്ധിച്ചുകൊണ്ടാണോ എന്തെന്ന് അറിയില്ല, ഇപ്പം 77 കിലോ ആയി കേട്ടോ എൻ്റെ വെയിറ്റ്. അപ്പം എനിക്കൊരു സന്തോഷമായി. വെയിറ്റ് കുറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ടാൽ മനസ്സിലാവില്ല എന്താ വെച്ചാൽ, പക്ഷെ വെയിറ്റ് നോക്കുമ്പം അത്ര കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയും കുറയട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്താണ്, നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോ നമ്മളിതുപോലെ ചിറ്റ് ചാറ്റ് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോയൊക്കെ സംസാരിക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ എന്താ പറയുക, ഞാൻ ജിമ്മിന് പോകുമ്പം ഞാൻ പോണ ടൈം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞിട്ടാണ് പോവാറ്. ലേഡീസ് ഉള്ള ടൈമിൽ നമുക്ക് ആ ടൈമിലാണ് ഞാൻ പോവാ കേട്ടോ. പിന്നെ മിക്കവാറും 3:30 തൊട്ടിട്ട് ആണ് ഞാൻ പോവാറ്. അപ്പം ഞാൻ സ്കിൻ കെയർ, ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല, പുറത്ത് പോകുമ്പോൾ ഒന്നും ചെയ്യാറില്ല. സ്കിൻ കെയർ ആണ് കൂടുതൽ ചെയ്യാറുള്ളത്. ഇത് ഫോക്സ്ടെയിലിൻ്റെ ഓയിൽ ബാലൻസിങ് മോയ്സ്ചറൈസർ ആട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഫേസിൽ ഇങ്ങനെ എണ്ണയായിട്ട് ഇരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് PR ആയിട്ട് കിട്ടിയതായിരുന്നു. പിന്നെ ഞാൻ അത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പിന്നെ അതന്നെ വാങ്ങിയിട്ട് ഉപയോഗിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു ജെല്ല് പോലെയാണ്, പക്ഷെ കുറച്ചുകൂടി എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മോയ്സ്ചറൈസർ. അടുത്ത് കുറേ നമ്മൾ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് പകലും യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. എന്താണ് അതിന് ഞാൻ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇടാറില്ല. പോകുമ്പോൾ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഒരു പൊട്ട് കൂടെ ഇടാറില്ല പുറത്ത് പോകുമ്പോൾ, ജിമ്മിന് പോകുമ്പോൾ. നിങ്ങൾ കമൻറ്റുകൾ ഇടുമ്പം ഞാനെപ്പോഴും പറയില്ലേ, എന്നെ നമ്മളിടുന്ന വീഡിയോസ് പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ എൻ്റെ വ്ളോഗിലൊന്നും ഞാൻ കാണിക്കുന്നില്ലേ, ഒരു 10% പോലും എൻ്റെ ലൈഫ് ഞാനിപ്പോൾ വീഡിയോസിൽ കാണിക്കുന്നില്ല കേട്ടോ. പ്രത്യേകിച്ച് വ്ളോഗുകളിൽ അത് വേണിച്ച് ചെയ്യണത് തന്നെയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു സമയത്ത് എല്ലാവരും നമ്മളൊരു ഫാമിലി, ഇപ്പം ട്രെൻഡായി പോയിരിക്കുന്ന ഫാമിലി വ്ളോഗ് പോലെ തന്നെയായിരുന്നു നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഇട്ടിരുന്നത്. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേണ്ട, അങ്ങനത്തെ ഒരു, നിങ്ങൾക്കറിയാലോ, കുറേയൊക്കെ നിങ്ങൾക്കറിയാലോ, ഞാനിപ്പോൾ പൊതുവേ കുക്കിംഗ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വ്ളോഗുകളാണ് ഞാൻ ഇടുന്നത്. അതും എൻ്റെതായ ഒരു സ്റ്റൈലിലാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. പരമാവധി എന്നെ തന്നെ, എൻ്റെ വ്ളോഗുകൾ നോക്കുമ്പം എൻ്റെ വ്ളോഗിൽ എന്നെ തന്നെ മുഴുവനായിട്ട് കാണാൻ പറ്റില്ല. അത് ഞാൻ മനഃപൂർവ്വം അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കമൻസ് ഇടാം, ഈ വ്ളോഗ് എടുക്കുന്ന രീതി കുറച്ച് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ അതൊക്കെ പറയാം. പക്ഷേ എനിക്ക് ഹിമനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് കമൻറ്റ് എന്താ പറയാൻ പറ്റില്ല. കുട്ടികളെ പറഞ്ഞിട്ട് ആരും കമൻറ്റ് ഇടണ്ട.
അതെന്താ വെച്ചാറുണ്ടല്ലോ, ഞാൻ ബാക്കി എന്തും കാര്യം ഞാൻ ഭയങ്കര ക്ഷമയുള്ള ആളാണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. പക്ഷെ എനിക്ക് എൻ്റെ കുട്ടികളെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും എൻ്റെ ഉള്ളിൽ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. അത് കുട്ടികളെ പറഞ്ഞു കഴിഞ്ഞാലാണ് പുറത്തേക്ക് വരിക. കൺട്രോൾ ചെയ്ത് ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും ഒക്കെ വരും. ഞാൻ പരമാവധി എൻ്റെ വീട്ടിലായാൽ പോലും ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അച്ഛൻ അനിയത്തിയൊക്കെ ഉള്ള ഒരു ഞങ്ങളുടെ 4 പേരിലും ഭയങ്കര കാമായിട്ടുള്ള ആള് ഞാനാണ്. ഞാൻ ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ടാണ് സംസാരിക്കുകയും ചെയ്യുക. അവരുടെ അടുത്ത് മാത്രമല്ല കേട്ടോ, പൊതുവേ എനിക്ക് എന്നെ പറ്റി അറിയാൻ ഞാൻ ഭയങ്കര കാമായിട്ടാണ് എല്ലാ കാര്യങ്ങളും എടുക്കുക. ഭയങ്കര പെട്ടെന്ന് ചാടിക്കയറി പ്രകോപനപരമായി സംസാരിക്കുക അങ്ങനെയൊന്നും ചെയ്യാത്ത ആളാണ്. പക്ഷെ ഈ ഒരു കാര്യം മാത്രം, എൻ്റെ കുട്ടികളെ തൊട്ട് കളിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ഒരു വൃത്തികെട്ട ഒരാളുണ്ടാവും, നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാൾ. ആ ആൾ അപ്പോഴാണ് പുറത്തേക്ക് വരും. ഞാൻ എൻ്റെ കുട്ടികളെ അവരെ ഞാൻ അങ്ങനെ ഭയങ്കര ഒരു നമ്മളെ അമ്മക്കോഴി ചെറുകിൻ്റെ ഉള്ളിൽ മക്കളെ കൊണ്ട് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ മാത്രമേ അവർക്കുള്ളൂ എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ അവരെ കവർ ചെയ്തിട്ടാണ് കൊണ്ടു നടക്കുക. അപ്പോൾ അതാണ് എന്നെ ഞാൻ അവരെ വീഡിയോയിൽ കാണിക്കാറുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിൻ്റെ ഒരു വീഡിയോയിൽ മാത്രമായിട്ടാണ് ഞാൻ കുറേ കാലത്തിന് ശേഷം 2 പേരെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വന്നിട്ട് ആവശ്യമില്ലാത്ത എൻ്റെ കുട്ടികളെ പറ്റിയിട്ട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരായാലും എൻ്റെ പല്ലും നഖം ഉപയോഗിച്ച് അവരെ ആക്രമിക്കും. ഇത് എനിക്ക് വിഷമം വന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒന്നും പറയണില്ല. പക്ഷെ എന്നൊരു കാര്യം ഉണ്ടായി. അപ്പം അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് പോലെ പറയാണ്. എന്നെ നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോളൂ, എനിക്ക് അങ്ങനെ പറഞ്ഞാലൊന്നും പെട്ടെന്ന് എനിക്കങ്ങനെ പ്രശ്നമൊന്നും വരില്ല. അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുള്ള കമൻസുകൾ മാത്രമേ എനിക്ക് പ്രശ്നം വരുള്ളൂ. പക്ഷെ കുട്ടികളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലത് തരും, ആരായാലും നല്ലത് തരും. അതെല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു മുന്നറിയിപ്പ് തന്നതാണ്. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ എൻ്റെ ലൈഫ് വെറും 10% പോലും ഞാനിപ്പം യൂട്യൂബിലൂടെ കാണിക്കുന്നില്ല, ബ്ലോഗിൽ കാണിക്കുന്നില്ല. ഞങ്ങളുടെ ഡെയിലി ലൈഫ്, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതിൽ പോലും ഞാനും എൻ്റെ കുട്ടിയോട് പെടുന്നില്ല. കൂടുതലും ഞാൻ കുക്കിംഗ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ചെടികൾ, ഇതൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ട് ഞാൻ കാണിക്കാറുള്ളത്. മനഃപൂർവ്വം അങ്ങനെ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് കമൻസ് പോലും, ബാഡ് കമൻ്റ് അല്ല, ഒരു എന്താ പറയുക, അങ്ങനത്തെ അത് അങ്ങനെയാണല്ലോ അങ്ങനത്തെ ഒന്നും വരണത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കുറേ പേര് ചോദിക്കാറുള്ള, മുന്നേയൊക്കെ ചോദിച്ചിരുന്നതാണ് കാറിനെ പറ്റിയിട്ട് കേട്ടോ. അപ്പം കാറിൻ്റെ മുകളിലൊരു ലോണൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സൺസ്ക്രീൻ ഇടാണ്, ഇത് ഷുഗർ പ്രൂഫിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ, SPF 50. അപ്പം ഇതാണ് ഞാൻ പെടുന്നത്. ഞാൻ ഒരു സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിച്ച് തീർന്നതിന് ശേഷമാണ് വേറെ എടുക്കാറുള്ളത് കേട്ടോ. ഇത് എനിക്കിഷ്ടമാണ്. ഇത് അത്ര ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, നല്ലതാണ്. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം പറയാം കേട്ടോ, കാറിൻ്റെ കാര്യം. ഓക്കെ, കാറിൻ്റെ കാര്യം അതിന് മുകളിലൊരു ലോൺ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2020 സെപ്റ്റംബറിലാണ് കാർ എടുക്കണേ. ലോണിനാണ് കാർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ അതിന് മുകളിൽ ലോൺ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു കാറിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ആ ലോണും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കാർ വിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം കാറ് വിറ്റു കേട്ടോ. അപ്പോൾ കുറേ പേര് പറയും കാർ അത്യാവശ്യമല്ലേ, മക്കൾ വലുതായില്ലേ, നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ആവശ്യമില്ല. പക്ഷെ എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ കാറുകൊണ്ട് ഭയങ്കര എക്സ്പെൻസാണ്. കൂടുതൽ നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ കൂടുതൽ എനിക്ക് എക്സ്പെൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിപ്പോൾ അത്യാവശ്യം യാത്രകൾക്ക് ബസ്സിനെ ആശ്രയിക്കാം, ഓട്ടോറിക്ഷകളെ ആശ്രയിക്കാം. ഇപ്പം നമുക്ക് എന്തായാലും കാറിൻ്റെ ആവശ്യമില്ല, എനിക്ക് ആവശ്യമില്ല. നാളെ ഉണ്ണിക്ക് അച്ഛനോ കാർ വേണം തോന്നുകയാണെങ്കിൽ അവരുടെ ഒരു സമ്പാദ്യം വെച്ചിട്ട് അവർ ജോലിയൊക്കെ കിട്ടി അവർക്കത് ആവശ്യം വേണമെങ്കിൽ അവർ വാങ്ങിക്കട്ടെ. അപ്പം അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നു കേട്ടോ. നമ്മളെ കൂടുതലും നമ്മളുടെ ലൈഫിൽ അധികം എക്സ്പെൻസ് ഇല്ലാണ്ട് നമുക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അധിക ചിലവുകളുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ. അപ്പം അങ്ങനെ നോക്കിയപ്പം ഇതുകൊണ്ട് ഇത് കാരണം എന്താ വെച്ചാൽ എനിക്ക് കാറ് ഡ്രൈവിങ് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരാൾ അത് ഓടിക്കാൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കാതെ ആ സാധനം ഇട്ടതിൻ്റെ മുകളിൽ ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആവശ്യമില്ല. പിന്നെ സ്കൂട്ടി എടുത്തുകൊണ്ട് നമുക്ക് കുറേ പേര് ചോദിച്ചു. ഞാൻ ജോലിക്കൊക്കെ പോയിരുന്ന സമയത്തൊക്കെ സ്കൂട്ടി ഓടിച്ചിട്ട് തന്നെയാണ് ജോലിക്കൊക്കെ പോയിരുന്നത് കേട്ടോ. എനിക്ക് സ്കൂട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജോലിക്ക് കയറിയിട്ട് 2 മാസം കഴിഞ്ഞപ്പം ഞാൻ വണ്ടി എടുത്തതാണ്. പിന്നെ ആ വണ്ടിയിലാണ് ഫുള്ള് എൻ്റെ അതായത് ഞാൻ ആ ഒരു സമയത്ത് ജോലിക്ക് പോയിരുന്ന ഒരു 3-4 വർഷം
ഞാൻ ആ വണ്ടി തന്നെയായിരുന്നു. പിന്നെ ആ വണ്ടി വിറ്റ് 2-3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് കാർ എടുക്കണേ കേട്ടോ. അപ്പം കാർ വിറ്റപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര വിഷമൊന്നും ഉണ്ടായില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാനൊരു വാഹനം എടുത്തു. അത് ഞാൻ 4-5 കൊല്ലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് വിറ്റു. അത് ഉണ്ട്. പക്ഷെ എനിക്ക് വിഷമമൊന്നും ഇല്ല കേട്ടോ കാറ് പോയി. അപ്പൊ ഞാനിങ്ങനെ നമ്മളെ ഒരു ആഗ്രഹമാണല്ലോ, ഒരു കാറ് വേണം എന്നൊക്കെ നമ്മുടെ ഭയങ്കര ആഗ്രഹമല്ലേ. അപ്പൊ അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ, നമ്മളൊരു ഒത്തിരി മോഹിച്ചെടുത്തല്ലേ. അപ്പൊ ഞാൻ അമ്മോട് എന്താ പറഞ്ഞറിയോ, സ്കൂട്ടി ഇതുപോലെ ആഗ്രഹിച്ചെടുത്താണ്. അത് വിറ്റിട്ട് അത് കഴിഞ്ഞിട്ട് അതിനും വലുതാണ് നമ്മൾ വാങ്ങിയത്, അല്ല കാറല്ല വാങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും നല്ലത് തന്നെയായിരിക്കും വരിക. ഒരെണ്ണം നമ്മൾ പോയി എന്ന് വെച്ച് സങ്കടപ്പെട്ടിരിക്കേണ്ട. ചിലപ്പോൾ അതിന് നല്ലതായിരിക്കും, അതിന് വലുതായിരിക്കും ദൈവം നമുക്ക് അടുത്തതായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കാം. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പം കാറിന്റെ കാര്യം അതാണ്. അതെന്താ വെച്ചാൽ ഇപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ ഇത്രയും കാലം അത് എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് ആവശ്യമില്ല, ലോണെല്ലാം അതിന്റെ ക്ലോസ് ചെയ്തു. പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് കണ്ടപ്പോൾ അത് വിൽക്കാന്നുള്ള തീരുമാനത്തിൽ എത്തിയത് കേട്ടോ. അപ്പം അതാണ് കാറിന്റെ കാര്യം. കുറേ കാര്യം ഞാൻ എന്താ പറയട്ടെ. പിന്നെ ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു 10 പ്രാവശ്യം എനിക്ക് അതിന്റെ ആൻസർ പറയണ്ടേ എന്നുള്ള കാര്യം കൊണ്ടാണ് ഞാൻ അത് കാണാത്ത പോലെ വെച്ചിട്ട് പോണത്. ഇത് എനിക്ക് എല്ലാ വീഡിയോയിലും, പുറത്തിറങ്ങുന്ന എല്ലാ വീഡിയോയിലും കാറിനെ പറ്റി കമന്റ് വരും. ആ കമന്റ് അപ്പൊ എനിക്കും വിഷമാട്ടോ. നമ്മളുടെ അടുത്തൊരു കാർ ഉണ്ടായിട്ട് നമുക്ക് അതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ലല്ലോ എന്ന് എൻ്റെ ഉള്ളിലൊരു സങ്കടം കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സ്പെൻസ് ഉണ്ടാവുന്നുണ്ട്. അത് വെറുതെ ഇട്ട് കഴിഞ്ഞാലും അതിനൊത്തിരി പണി വരും അതിന് മുകളിൽ. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യണമുണ്ട്. നമുക്ക് അത് ഒരു ആവശ്യത്തിന് ഉപകരിക്കണമില്ല. ഡ്രൈവിങ് പഠിച്ചില്ല ഞാൻ. അതെനിക്ക് കാർ ഓടിക്കാൻ പഠിച്ചില്ല. അതെൻ്റെ ഒരു വലിയ പിഴവായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ പോലെ കുഴപ്പമില്ല, പോട്ടെ, നമുക്ക് അടുത്തേൽ പിടിക്കാം. അങ്ങനെ ഒരു ചിന്താഗതിയായിട്ടാണ് ഞാൻ നടക്കണേ കേട്ടോ. അപ്പം ഞാനിങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടും കേട്ടോ പുറത്ത് പോകുമ്പോൾ. എനിക്ക് ലിപ്സ്റ്റിക്ക് അത്ര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ന്യൂഡായിട്ടുണ്ട്. പിന്നെ ഞാൻ ജിമ്മിൽ പോയിട്ട് ശ്രദ്ധിച്ചായിരുന്നു, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ട് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ പുറത്തു പോകുമ്പോൾ മിററൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ എൻ്റെ മുഖം കാണാം, നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ. ചിലപ്പം ഫുഡൊക്കെ കഴിക്കുമ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ജിമ്മിൽ പോയി കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ, വീട്ടിൽ വരുമ്പോഴേക്കും വേർത്തിട്ട് എന്താണെന്ന് അറിയില്ല, ലിപ്സ്റ്റിക് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ കുറച്ച് കട്ടിക്ക് ലിപ്സ്റ്റിക് ഒന്ന് ഇടാന്ന് വിചാരിച്ചിട്ട് 2 എണ്ണം ഉണ്ട്. ഇതൊന്ന് മാർസിന്റെ, ഇത് പുതിയത് വാങ്ങിയതാണ് കേട്ടോ. കുറച്ച് ഒരു ടെറക്കോട്ട റെഡ് ഷെയ്ഡാണ്, നല്ല കളറാണ് കേട്ടോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ മാമാർട്ടിന്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഉണ്ട്. ഇതൊരു ബ്രൗൺ ന്യൂഡാണ്. അപ്പൊ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചു. കുറച്ചെങ്കിലും കളർ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട്. അപ്പൊ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അപ്പൊ തുറച്ചിട്ട് ഇടാം. അപ്പം അതേ കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ ഡ്രസ്സിലിട്ടൊന്നല്ല കേട്ടോ പോവുക. ഞാൻ ബസ്സിലാണ് ജിമ്മിൽ പോവുക വരികയൊക്കെ ചെയ്യണം. അപ്പം ഞാൻ നോർമൽ കുർത്തയൊക്കെ ഇട്ടിട്ട് പോവാം. അവിടെ ചെന്നിട്ടാണ് ഡ്രസ്സ് ചെയ്യാൻ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകുന്നില്ല. പിന്നെ അപ്പം അത്രയേ ഉള്ളൂ. ഒരു കുട്ടി വീഡിയോ ആണ്. ക്യൂവൈൻ്റെ വീഡിയോ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ ക്യൂവൈൻ്റെ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 2 കാര്യങ്ങൾ എനിക്ക് വീഡിയോയിൽ പറയണമെന്ന് തോന്നി. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ ആരെയും വിഷമിപ്പിക്കാനൊന്നും ഇന്നത്തെ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല, തോന്നുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.